എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പുണ്യവാന്മാർക്ക് നാളെ ലഭിക്കാനുള്ള ആ സുഖാനുഭൂതികളെ കുറിച്ച് പറയുന്നു. ഇന്നൽ അബ്റാറ ലഫി നഈം, തീർച്ചയായും ഈ സുഹൃതം ചെയ്തിട്ടുള്ള പുണ്യവാന്മാർ ലഫീ നഈം, അവർ സുഖാനുഭവങ്ങളിൽ തന്നെയായിരിക്കും, അഥവാ സ്വർഗത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. എല്ലാ സുഖങ്ങളുടെയും ഭവനമാണ് സ്വർഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതിന് ലഫീ നഈം എന്നാണ് ഖുർആനിൽ പലയിടങ്ങളിലും അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. ലഫീ നഈം, അവർ സുഖാനുഭൂതിയിലായിരിക്കും. ആ നഈം ആകട്ടെ അത് ദായിമുൻ ലാ യൻഖതി, അതെന്നുള്ളതാണ്, ഒരിക്കലും അത് മുറിഞ്ഞു പോകുകയില്ല. ഒരവസരത്തിലും ഒരു സമയത്തും അതിലെന്തെങ്കിലുമൊക്കെ ഒരു വിഭവം, അതിലൊരു കുറവ് വരുന്ന ഒരു അവസ്ഥയില്ല, കുറവ് വരുന്ന ഒരവസ്ഥയുമില്ല. അതിലുള്ള എല്ലാ വിഭവങ്ങളും സന്തോഷവും ഓരോ ദിവസം കഴിയും തോറും അത് വർദ്ധിക്കുക മാത്രമാണ്. അങ്ങനെയുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ. അതിലുള്ള ഒരു വിഭവവും കുറഞ്ഞു പോകുകയില്ല, എല്ലാ ദിവസവും അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതിൽ ആസ്വാദനങ്ങൾ. അതുപോലെ സഹോദരങ്ങളെ, ഈ ആസ്വാദനങ്ങൾ പതിവായി ലഭിച്ചു എന്ന കാരണത്താൽ ഒരു മടുപ്പും അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർക്ക് ഓരോ തവണ ഓരോ ഭക്ഷണം ലഭിക്കുന്ന സമയത്തും ഓരോ കായ്കനികൾ ലഭിക്കുന്ന സമയത്തും ഒരേപോലെയാണെന്ന് തോന്നും, പക്ഷേ എല്ലാം വ്യത്യസ്തമാണ്. എല്ലാം വ്യത്യസ്തമാണ്. നേരത്തെ കഴിച്ചതുപോലെയുള്ള ഒരു ഫ്രൂട്ടല്ല പിന്നീട് ലഭിക്കുന്നത്. കാരണം മനുഷ്യന് അത് പിന്നീട് വരുമ്പോൾ മടുപ്പുണ്ടാകും. അങ്ങനെ ഒരു മടുപ്പുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ അവന്റെ സുഖം, അവന്റെ ആസ്വാദനം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിനും ഉണ്ടാകും, അവന്റെ മനസ്സിനും ഉണ്ടാകും. ശരീരത്തിനും മനസ്സിനും ഒരുപോലെയുള്ള ആസ്വാദനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ നൽകുകയാണ്. ഇവിടെ മനുഷ്യർക്ക് ഭൂമിയിൽ ചില ആസ്വാദനങ്ങളൊക്കെ ലഭിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആ ആസ്വാദനങ്ങൾ ശരീരത്തിനുണ്ടാകും, പക്ഷേ കൽബിനുണ്ടായിക്കൊള്ളണമെന്നില്ല. കൽബിനൊരു സആദത്ത്, ഒരു സന്തോഷം ഇല്ലാതെ കേവലം ഭൗതികമായ ഒരുപാട് സുഖലോലുപതകൾ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം അതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ധാരാളമാണ് ദുനിയാവിൽ. കാരണം അവർക്ക് എത്രത്തോളം സമ്പത്ത് കൂടുന്നു അത്രയും പ്രയാസവും ടെൻഷനും ഒക്കെ അവരുടെ മനസ്സിലിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അവർക്കൊരു സമാധാനം ലഭിക്കുകയില്ല. എന്നാൽ പരലോകത്ത് സഹോദരങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. അങ്ങനെയുള്ള ആ സുഖാനുഭൂതികൾ അത് നമുക്ക് കാണാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്കുള്ളൊരു സുഖാനുഭൂതിയെക്കുറിച്ച് പറയുന്നു. അലൽ അറാഇകി യൻദുറൂൻ, അവർ സോഫകളിൽ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ അവിടെ ഇങ്ങനെ സ്വർഗത്തിൽ, അതായത് ഒരു പണി അവർക്കില്ല. ആളുകൾ ഇന്ന് ദുനിയാവിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഒരു പണിയില്ലാതെ എല്ലാ സുഖങ്ങളും ലഭിക്കണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വെറുതെ ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് ഒരു പണിയെടുക്കാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ എല്ലാ മനുഷ്യന്റെ മനസ്സുകളും ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു കാര്യം, ആഗ്രഹിക്കുന്നതൊക്കെ മുന്നിൽ വരുന്ന ഒരു പ്രയാസമില്ലാത്ത ഒരു സ്വർഗ്ഗമുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അലൽ അറാഇകി യൻദുറൂൻ, സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, ഒരു പണിയെടുക്കാതെ ഇരിക്കുക, ഒരു തഅബും ഇല്ലാതെ ക്ഷീണം ഇല്ലാതെ ഇരിക്കുക, അത് സ്വർഗ്ഗത്തിലുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം, അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിന്റെ തിളക്കം നിനക്കറിയാൻ പറ്റും. അതായത് ഒരുപാട് സുഖങ്ങൾ ലഭിച്ചാൽ അത് കൽബും ആസ്വദിക്കും. അങ്ങനെ അവന്റെ കൽബും കൂടി ആസ്വദിച്ചാൽ അത് മുഖത്ത് പ്രകടമാകും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ദുനിയാവിൽ തന്നെ അത് ചിലരിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഒരുപാട് സുഖങ്ങളും ആസ്വാദനങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ മുഖം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭംഗിയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തിളക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് ആസ്വാദനങ്ങൾ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ദുനിയാവിൽ തന്നെ ചില നിലക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാക്കുന്നില്ല. അത് അവന്റെ മനസ്സിൽ, അവന്റെ മുഖത്ത് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, അത്രയും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത്. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ തിളക്കം കാണാൻ പറ്റും, നദ്റത്ത് ഉണ്ടാകും, തിളക്കം ഉണ്ടാകും. നദ്റത്തൻ നഈം, സുഖത്തിന്റെ തിളക്കം. സുഖം അനുഭവിക്കുന്ന ഒരാൾക്ക് മുഖത്തുണ്ടാകുന്ന ആ തിളക്കം അവിടെ അവരിൽ കാണാൻ സാധിക്കും. പിന്നീട് അവർക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, അവർക്ക് മുദ്ര വെക്കപ്പെട്ട, മഖ്തൂമായ സീല് വെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്നും അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ സ്വർഗത്തിലുള്ള മദ്യത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ള കാര്യമാണ്. സ്വർഗത്തിലുള്ള മദ്യം എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് ശുദ്ധമായ കാര്യമാണ്, ശുദ്ധമായ പാനീയമാണ്. അതിലൊരു ഉപദ്രവവും കുടിക്കുന്നവർക്കില്ല, ഒരു പ്രയാസവും കുടിക്കാനില്ല, കുടിച്ചതിന് ശേഷവും ഒരു പ്രയാസവുമില്ല. ഒരാൾ കുടിച്ചാൽ ചുറ്റുമുള്ള ആളുകൾക്കും പ്രയാസവുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ദുനിയാവിലുള്ള ഖംറിന്റെ, മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ. അതാണ്, കുടിക്കാൻ പ്രയാസമാണ്. കുടിച്ച ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് പ്രയാസമായിരിക്കും. കുടിച്ചൊരു വ്യക്തി തൊട്ടടുത്തുണ്ടായാൽ തന്നെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ പ്രയാസമായിരിക്കും. അത്രയുള്ള അനുഭവം, വൃത്തികെട്ട ഒരവസ്ഥയാണ് അല്ലെ ഈ കള്ളുടിയന്മാർ. എത്ര വലിയ പണക്കാരായാലും ശരി, എത്ര വലിയ കോടികൾ ഉടമപ്പെടുത്തിയവരായാലും ശരി, അവർ കള്ളുടിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് അടുത്ത് നിർത്താൻ തോന്നുകയില്ല. വളരെയധികം ദുർഗന്ധവും. അതുപോലെ തന്നെ ഇനി അതൊന്നുമില്ല എന്ന് വെച്ചാൽ പോലും അവരുടെ ബുദ്ധി മറിഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നതാണ് ദുനിയാവിലെ ആളുകൾ ആസ്വദിക്കുന്ന എല്ലാ മദ്യത്തിന്റെയും പ്രത്യേകതകൾ, ദൂഷ്യഫലങ്ങൾ അതാണ്. എന്നാൽ പരലോകത്തുള്ളത് അങ്ങനെയല്ല. അത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ രുചികരമായതും വളരെയധികം കൃത്യമായ എല്ലാവിധ ചേരുവകളുമുള്ള
മദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് നൽകുന്നത്. അത് ദുനിയാവിൽ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ലഭിക്കപ്പെടുകയില്ല, പരലോകത്ത് അത് നഷ്ടപ്പെടും എന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പരലോകത്ത് മുദ്ര വെക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഉപയോഗിച്ച് ബാക്കിയുള്ളതല്ല, വളരെ കൃത്യമായി ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുകയാണ്. ഖിതാമുഹു മിസ്ക്. ഇനി അതിന് മുദ്രയാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? അത് കസ്തൂരിയാണ് അതിന്റെ മുദ്രയാക്കി, അതിന്റെ അടപ്പാക്കി വെച്ചിട്ടുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. അപ്പം അത്രയും അല്ലെ, ഒരു വലിയ പ്രീമിയം ക്വാളിറ്റി സാധനമാകുമ്പോൾ അതിൻ്റെ ഒരു മൂടിക്ക് വരെ അത്രയും ഉണ്ടാവും, അല്ലെ അതിനൊരു പെട്ടിക്ക് പോലും അത്രയും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും രുചികരമായ ആ മദ്യം, അതിന്റെ മൂടി പോലും അടപ്പ് പോലും അത് മിസ്ക് കൊണ്ടാണ്, കസ്തൂരി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. നല്ല സുഗന്ധവും അതുപോലെ നല്ല രുചികരവുമായ കാര്യമാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് ഉടനെ തന്നെ റബ്ബ് പറയാണ്, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവർ, കിടമത്സരം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം ദുനിയാവിൽ പല കാര്യത്തിനും വേണ്ടി മത്സരിക്കാറുണ്ട് മനുഷ്യന്മാർ. കച്ചവടത്തിന് വേണ്ടി മത്സരിക്കും. അയാളെക്കാളും കൂടുതൽ ടേൺ ഓവർ നമുക്കുണ്ടാക്കണം. അയാളൊരു വീടുണ്ടാക്കിയാൽ 1 കോടി ഉറുപ്പിൻ്റെതാണെങ്കിൽ ഒരു 2 കോടിയുടേതെങ്കിലും നമുക്ക് ഉണ്ടാക്കണം. അയാളുടെ കാറ് 50 ലക്ഷത്തിന് 1 കോടിൻ്റെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഉണ്ടാക്കണം. കച്ചവടക്കാർക്കും പണക്കാർക്കും ഒക്കെയുള്ള ദുനിയാവിലുള്ള മത്സരങ്ങൾ അതാണ്. ഇനി അതിൻ്റെ താഴെ ലെവലുള്ള മത്സരങ്ങൾ അത് വേറെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്നൊരു സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. അവൻ ഇത്ര നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാണുമ്പോൾ അതിനേക്കാളും കൂടുതൽ രഹസ്യമായി ഞാനും ചെയ്യണം. അല്ല, ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവനിങ്ങനെ രഹസ്യമായി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനും രഹസ്യമായിട്ട് തന്നെ കൊടുക്കണം. അല്ല, അവനേക്കാളും കൊടുത്തിട്ട് അത് പാഴാക്കി കളയുന്ന ഹതഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പാടില്ല. ദുനിയാവും ആഖിറത്തും ഇല്ലാണ്ടായിപ്പോ. അവന് 1 ലക്ഷം കൊടുത്തിട്ട് അറിയിച്ചു, ഞാൻ 1.5 ലക്ഷം കൊടുത്തിട്ട് അറിയിച്ചാൽ ആ 1.5 ലക്ഷം പോയത് തന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല. അത് രഹസ്യമായി അവനേക്കാളും നമ്മൾ കൊടുത്ത് ഇന്നാളെക്കാളും നന്മകൾ ഞാൻ ചെയ്ത് ആരും അറിയിക്കാതെ സഹോദരങ്ങൾ അല്ലാഹു തആല ഉണർത്തുകയാണ്, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ബുദ്ധിയുള്ള ആളുകളെ, നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിനോട് മത്സരിച്ചോളൂ. ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചാൽ ആ മത്സരം നിങ്ങൾക്ക് ഉപകരിക്കും. പരലോകത്ത് നിങ്ങളത് കാണുക തന്നെ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. വമിസാജുഹു മിൻ തസ്നീം. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ കാര്യത്തിലേക്ക് മടങ്ങുകയാണ്. അതായത് മത്സരിക്കേണ്ട കാര്യം അത്ര പ്രാധാന്യമുള്ളത് കൊണ്ട് ഇടയിൽ വെച്ച് തന്നെ പറഞ്ഞു തരാണ്, നിങ്ങൾ മത്സരിച്ചോളൂ ഇതിന്. എന്നിട്ട് വീണ്ടും ആ തൊട്ടു മുമ്പുള്ള പാനീയത്തിനെ കുറിച്ച് പറയുകയാണ്, വമിസാജുഹു മിൻ തസ്നീം. അതിൽ ചേരുവ തസ്നീമിൽ നിന്നായിരിക്കും. ഐന യശ്റബു ബിഹൽ മുഖറബൂൻ. സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഒരു ഉറവ് ജലമാകുന്നു അത് എന്നാണ് പറയുന്നത്. സ്വർഗത്തിലുള്ള ഏറ്റവും ഉന്നതമായ അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നതാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. അതിൻ്റെ മധ്യഭാഗമാണ്, അത് ഏറ്റവും ഉന്നതമായ ഭാഗമാണ്. അവിടെ നിന്നാണ് സ്വർഗീയ നദികളുടെ ഉറവിടമുണ്ടാകുന്നത്. അവിടെയുള്ള സ്വർഗീയ നദികളെ നേർക്ക് നേരെ അനുഭവിക്കാൻ സാധിക്കുന്നത്, അതിൽ നിന്ന് നേരിട്ട് കുടിക്കാൻ സാധിക്കുന്നത് മുഖറബൂങ്ങളായ ആ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. അവരാണ് ആദ്യം അതിൽ നിന്ന് കുടിക്കുക. അവർ കുടിക്കുന്ന സമയത്ത് ഒരാളും അത് തൊട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. ശേഷക്കാരായ ആളുകൾക്ക് അതിൽ നിന്നാണ് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സരിച്ച് ഈ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾ എത്തണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ എത്തണം എന്ന് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, സ്വർഗത്തിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങൾ എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലുഹു അൽ ഫിർദൗസ് അഅല. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു ചാരത്ത് നിൽക്കട്ടെ എന്നല്ല, അൽ ഫിർദൗസ് അഅല, ഉന്നതമായ സ്വർഗം നിങ്ങൾ ചോദിക്കണം. റബ്ബിനോട് ഉന്നതമായ സ്വർഗം നിങ്ങൾ ചോദിക്കണം. കാരണം അവിടെയുള്ള അനുഗ്രഹങ്ങൾ താഴെ ഉണ്ടാവില്ല. ഏറ്റവും വലിയ സുഖാനുഭൂതി അത് ജന്നാത്തുൽ ഫിർദൗസിലാണ് ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങൾ മത്സരിച്ചു കൊള്ളട്ടെ. ആ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇഖ്ലാസ് കൊണ്ടും ഇത്തിബാ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ടും നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അത് പാഴാക്കി കളയാതെ, ചെയ്തത് ഇല്ലാതാക്കി കളയാതെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ, നമ്മൾ അതിനുവേണ്ടി മത്സരിച്ചാൽ ഈ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനിടയിൽ ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ചും കൂടി ഓർമ്മപ്പെടുത്തിയത്. ഐന യശ്റബു ബിഹൽ മുഖറബൂൻ. സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഉറവു ജലമാകുന്നു അത് തസ്നീം. അത് അവർക്ക് കലർത്തപ്പെടുമെന്നാണ് പറയുന്നത്.